നമസ്കാരം. +1 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. തെർമോഡൈനാമിക്സ് എന്ന 12ാം അധ്യായത്തിന്റെ 5ാമത്തെ ക്ലാസ് ആണിന്ന്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഡിസ്കഷൻ കാർനോട്ട്സ് എഞ്ചിനെ കുറിച്ചാണ്. കാർനോട്ട്സ് എഞ്ചിന്റെ പ്രവർത്തനം പഠിച്ചു മനസ്സിലാക്കുന്നതിന് മുമ്പ് രണ്ട് പ്രോസസ്സുകൾ കൂടി പഠിക്കേണ്ടതുണ്ട്. അവയാണ് റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സസ്. എന്താണ് ഒരു റിവേഴ്സിബിൾ പ്രോസസ് എന്നാൽ? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ആ പ്രോസസ്സിനെ റീട്രേസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഒരു റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. A process is said to be reversible if it can be retraced in the opposite direction so that it passes through exactly the same states in all respects as in the direct process. Direct process നടന്ന് ഒരവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റി എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ തിരിച്ച് ഇനിഷ്യൽ സ്റ്റേജിലേക്ക് വരുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെയാണ് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുക. ചില കണ്ടീഷനുകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് റിവേഴ്സിബിൾ പ്രോസസ്സ് നടക്കാൻ. ഒന്നാമത്തെ കണ്ടീഷൻ, വളരെ പതുക്കെ ആയിരിക്കണം പ്രോസസ്സ് പ്രോഗ്രസ് ചെയ്യുന്നത്. ഓൾ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് മസ്റ്റ് occur infinitesimally slowly. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് കംപ്രഷനോ എക്സ്പാൻഷനോ ഒക്കെ ഗ്യാസിന്റെ കാര്യത്തിൽ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും റിവേഴ്സിബിൾ എന്നുള്ള കൺസെപ്റ്റ് ഓർക്കാൻ പോലും പറ്റില്ല. പക്ഷെ വളരെ പതുക്കെയാണ് പ്രോസസ്സ് പ്രോഗ്രസ് എന്നുണ്ടെങ്കിൽ റിവേഴ്സിബിൾ പ്രോസസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനോട് അടുത്തെത്താൻ പറ്റുന്നതാണ്. ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ, ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് ആയിട്ടുള്ള ഫ്രിക്ഷൻ, വിസ്കോസിറ്റി, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എക്സെട്ര മസ്റ്റ് ബി കംപ്ലീറ്റ്ലി ആബ്സെന്റ്. നമുക്കറിയാം, ഒരു സർക്യൂട്ടിൽ കൂടി കറണ്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ കറണ്ടിനെ പ്രതിരോധിച്ചുകൊണ്ട് സർക്യൂട്ട് ഓഫർ ചെയ്യുന്നതാണ്, കറണ്ട് ഫ്ലോയെ പ്രതിരോധിക്കുന്നതിനെയാണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ്രാവകത്തിന്റെ ഒഴുക്കിനെ പ്രതിരോധിക്കുന്നതാണ് ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഒരു സാധനം, ഒരു വസ്തു നിരക്കി നീക്കുമ്പോൾ ആ മുന്നോട്ടുള്ള തള്ളലിനെ പ്രതിരോധിക്കുന്നതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് ആണ്. ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് ആയിട്ടുള്ളത് എല്ലാം എലിമിനേറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ റിവേഴ്സിബിൾ പ്രോസസ്സ് സാധ്യമാവുകയുള്ളൂ. അത് നടക്കണ കാര്യമല്ല. ഡിസിപ്പേറ്റീവ് ഫോഴ്സസിനെ പൂർണ്ണമായും എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. മൂന്നാമത്തെ കണ്ടീഷൻ, ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം മസ്റ്റ് നെവർ ഡിഫർ അപ്രീഷ്യബിളി ഫ്രം ദ സറൗണ്ടിങ്സ് അറ്റ് എനി സ്റ്റേജ് ഓഫ് ദി പ്രോസസ്. ഇപ്പൊ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള പ്രഷറും ടെമ്പറേച്ചറും വേരിയേഷൻ ഉണ്ടാവാൻ പാടില്ല. ഒരേ പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ തന്നെ ആയിരിക്കണം റിവേഴ്സിബിൾ പ്രോസസ്സ് റീട്രേസ് ചെയ്യുമ്പോഴും സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഒരു പ്രോസസ്സിനെ റീട്രേസ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത് ഒരു ഐഡിയലൈസ്ഡ് കൺസെപ്റ്റ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ. An infinitesimally slow compression and expansion of an ideal gas at constant temperature. ഒരു ഐഡിയൽ ഗ്യാസിനെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലുള്ള എക്സ്പാൻഷനോ കംപ്രഷനോ കൺസിഡർ ചെയ്യുക. അതാണ് നമ്മളിവിടെ ഡെമോൺസ്ട്രേഷനിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മളൊരു ഐഡിയൽ ഗ്യാസ് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ വാൾസ് എന്ന് പറയുന്നത് കണ്ടക്റ്റിംഗ് വാൾസ് ആണ്. അതുപോലെ പിസ്റ്റൺ, ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ എന്നാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പം പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് വളരെ സ്ലോലി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? വോളിയം ഓഫ് ദി ഗ്യാസ് ഡിക്രീസ് ചെയ്യും, ഐസോതെർമലായിട്ട് ഡിക്രീസ് ചെയ്യും. അപ്പോൾ എന്താ? ദ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് ബിക്കോസ് ദ ഹീറ്റ് ഈസ് കണ്ടിന്യൂസ്ലി rejected by the gas to the surroundings. ഇപ്പോൾ ഡയോതെർമിക്
ബോൾസ് ആയതുകൊണ്ട് ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഹീറ്റ് തുടർച്ചയായി സറൗണ്ടിങ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി പ്രഷർ ഡിക്രീസ് ചെയ്യുന്ന കേസ് കൺസിഡർ ചെയ്യുക. പ്രഷർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ വോളിയം ഓഫ് ദി ഗ്യാസ് വിൽ ഇൻക്രീസ് ഐസോതെർമലി. ഓക്കെ, അപ്പോൾ അവിടെയും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്താൻ സാധിക്കും. എന്താന്ന് വെച്ചാൽ ഗ്യാസ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് സറൗണ്ടിങ്സിൽ നിന്നും ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡെമോൺസ്ട്രേഷനിൽ കാണിച്ചിരിക്കുന്നത്. പിസ്റ്റന്റെ മൂവ്മെന്റ് ആണ് എക്സ്പാൻഷനും കംപ്രഷനും സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഡ്യൂറിംഗ് ദ എക്സ്പാൻഷൻ ഓഫ് ദ പിസ്റ്റൺ cooling is produced and during compression heat is produced in it. So it is more or less a reversible process. Okay, and infinitesimally slow compression and expansion of an ideal gas at constant temperature is an example for a reversible process. Okay, ഇത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു എ കംപ്ലീറ്റ് റിവേഴ്സിബിൾ പ്രോസസ് ഈസ് ഓൺലി ആൻ ഐഡിയൽ കേസ്. എല്ലായ്പ്പോഴും ഡിസിപ്പേറ്റീവ് ഫോഴ്സസ്, ഫ്രിക്ഷൻ, കണ്ടക്ഷൻ, റേഡിയേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രസന്റ് ആയിരിക്കും. വിസ്കോസിറ്റി, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്രോസസ്സിനെ റീട്രേസ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. ഇനി നമുക്ക് ഇറിവേഴ്സിബിൾ പ്രോസസ് എന്താണെന്ന് നോക്കാം. എ പ്രോസസ് ഈസ് സെഡ് ടു ബി ഇറിവേഴ്സിബിൾ ഇഫ് ഇറ്റ് കനോട്ട് ബി റീട്രേസ്ഡ് ബാക്ക് എക്സാക്ട്ലി ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. പ്രകൃതിയിൽ കാണുന്ന ഒരുവിധം പ്രോസസ്സുകളെല്ലാം ഇറിവേഴ്സിബിൾ പ്രോസസ്സുകളാണ്. വന്ന വഴിയെ കൂടി തിരിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള പ്രോസസ്സുകളാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സുകൾ എന്നുള്ളത്. ഓക്കെ, എനി പ്രോസസ് വിച്ച് കനോട്ട് ബി റീട്രേസ്ഡ് ഇൻ ദി റിവേഴ്സ് ഡിറക്ഷൻ എക്സാക്ട്ലി ഈസ് കോൾഡ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. ഓക്കെ, പ്രകൃതിയിലെ രണ്ട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇവിടെ. വെൻ കറന്റ് ഫ്ലോസ് ത്രൂ ദ വയർ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദ സെയിം ഇഫക്റ്റ് ഈസ് റിപ്പീറ്റഡ് വെൻ ദ ഡിറക്ഷൻ ഓഫ് കറന്റ് ചേഞ്ചസ്. അപ്പം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു കാരണവശാലും ഇതൊരു റിവേഴ്സിബിൾ പ്രോസസ് അല്ല. കുറെ എനർജി ഹീറ്റായിട്ട് വേസ്റ്റ് ആവുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. ഒരു സർക്യൂട്ടിൽ കൂടിയുള്ള കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. ഇനി ഒരു വസ്തുവിനെ നിരക്കി നീക്കുമ്പോഴേക്കും നമുക്കറിയാം അവിടെ ഫ്രിക്ഷൻ കാരണം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴും എന്താണ് മൂവ്മെന്റ് എന്ന് പറയുന്നതും ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. ഓക്കെ, ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് സാൾട്ട് ഇൻ വാട്ടർ, ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നതോ അല്ലെങ്കിൽ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നതോ, സഡൻ എക്സ്പാൻഷൻ ഓഫ് ഓർ കംപ്രഷൻ ഓഫ് എ ഗ്യാസ്, ഇതെല്ലാം പറയുമ്പോൾ ഇവയൊക്കെ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സഡൻ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ, ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം ഇറിവേഴ്സിബിൾ പ്രോസസ്സിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ലെറ്റ് us discuss what is a Carnot's engine. Carnot's engine എന്നാൽ ഒരു ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ ആണ്. എ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ ടു ടെമ്പറേച്ചേഴ്സ് ഈസ് കോൾഡ് എ Carnot's engine. റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു പ്രാക്ടിക്കൽ കേസ് അല്ല, ഓൺലി ആൻ ഐഡിയൽ കൺസെപ്റ്റ്, എ Carnot's engine. ഇതിൽ Carnot's engine പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്നുള്ളത് സോഴ്സ്, വർക്കിംഗ് സബ്സ്റ്റൻസ്, ഇൻസുലേറ്റർ, സിങ്ക് ഇവയെല്ലാമാണ്. ഓക്കെ, വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് ആണ്. ഐഡിയൽ ഗ്യാസ് ഒരു സൈക്കിൾ ഓഫ് ഓപ്പറേഷന് വിധേയമാവുന്നുണ്ട്. 2 ഐസോതെർമൽ പ്രോസസ്സുകളും 2 അഡിയബാറ്റിക് പ്രോസസ്സുകളും നടക്കുന്നുണ്ട്. ഇങ്ങനെ 2 ഐസോതെർമൽ പ്രോസസ്സുകളും 2 അഡിയബാറ്റിക് പ്രോസസ്സുകളും നടക്കുന്ന ഒരു സൈക്കിളിനെയാണ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് Carnot's engine പ്രധാനപ്പെട്ട ഭാഗങ്ങൾ? നമ്മൾ അതിലേക്ക് പോവുകയാണ്.
ഒരു സോഴ്സ്, ഒരു സിങ്ക്, ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ്, പിന്നെ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഇവയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിരുന്നു ഹീറ്റ് എൻജിൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ. ആദ്യം തന്നെ എന്താണ് ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഗ്യാസ് സിലിണ്ടർ, ഐഡിയൽ ഗ്യാസ് സിലിണ്ടർ സോഴ്സിൽ വെക്കുകയാണ്. അപ്പോൾ സോഴ്സിൽ വെക്കുമ്പോഴേക്കും ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ഐസോതെർമൽ എക്സ്പാൻഷൻ സ്റ്റേറ്റ് 1 നിന്നും സ്റ്റേറ്റ് 2 ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുന്നു. അതായത് പ്രഷറും വോളിയവും വ്യത്യാസപ്പെടുന്നുണ്ട്, പക്ഷെ ടെമ്പറേച്ചർ T1 തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഐസോതെർമൽ എക്സ്പാൻഷൻ. ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ദി ഗ്യാസ് ഫ്രം സ്റ്റേറ്റ് P1 V1 T1 ടു P2 V2 T1. ടെമ്പറേച്ചറിന് വ്യത്യാസം വരുന്നില്ല. Place the cylinder on the source so that the gas acquires the temperature T1 of the source. അതിനുശേഷം എന്ത് സംഭവിക്കും? The gas is allowed to expand by slow outward motion of the piston. Piston മുകളിലേക്ക് മൂവ് ചെയ്യും. The temperature of the gas falls. As the gas absorbs the required amount of heat from the source, it expands isothermally. ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. Q1 ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആണ് അബ്സോർബ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. W1 വർക്കാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ P1 V1 T1 നിന്നും P2 V2 T1 വരുമ്പോഴുള്ള വർക്ക് ഡൺ ഈസ് ഗിവൺ ബൈ W12, 1 സ്റ്റേറ്റിൽ നിന്ന് 2 സ്റ്റേറ്റിലേക്ക്. ഓക്കെ, അതാണ് W12. ദാറ്റ് ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ μR T1 ഇൻറ്റു log V2 ബൈ V1. അപ്പോൾ നമ്മുടെ ഐസോതെർമൽ പ്രോസസ് നടക്കുമ്പോഴുള്ള വർക്ക് ഡണ്ണിന്റെ എക്സ്പ്രഷൻ മുൻ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് റെഫർ ചെയ്യണം. ഓക്കെ, സ്റ്റേറ്റ് 1 നിന്നും 2 ഐസോതെർമൽ എക്സ്പാൻഷൻ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി 2 നിന്ന് 3 അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. The gas is now placed on the insulating stand and is allowed to expand slowly till its temperature falls to T2. Temperature T1, high temperature T1 നിന്ന് low temperature T2 കുറയുന്നത് വരെ gas is allowed to expand. അന്നേരമുള്ള വർക്ക് ഡൺ W23 ആണെന്ന് വിചാരിക്കുക. Then that is given by μR into T1 minus T2 divided by gamma minus 1. Okay. 2 പ്രോസസ്സുകൾ കഴിഞ്ഞു. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ഇനിയുള്ളത് ഐസോതെർമൽ കംപ്രഷൻ ആണ്. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, ടെമ്പറേച്ചർ ഇപ്പോഴുള്ള T2 തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. The gas is now placed in thermal contact with the sink at temperature T2. ഇനി ഗ്യാസിനെ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. It easily flows to the sink. The gas is slowly compressed so that as heat is produced, it easily flows to the sink. ടെമ്പറേച്ചർ T2 തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ഐസോതെർമൽ കംപ്രഷൻ. ഓക്കെ, ഐസോതെർമൽ കംപ്രഷനുള്ള വർക്ക് ഡൺ ഈസ് ഗിവൺ ബൈ W34. സ്റ്റേറ്റ് 3 നിന്നും 4 വരുന്നത്. ഐസോതെർമൽ കംപ്രഷനിലെ വർക്ക് ഡണ്ണിന്റെ എക്സ്പ്രഷൻ W34 ഈക്വൽ ടു μR T2 ഇൻറ്റു log V3 ഡിവൈഡഡ് ബൈ V4. നമ്മുടെ നാച്ചുറൽ ലോഗരിതമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്.
ഇനി പറയാനുള്ളത് നാലാമത്തെ പ്രോസസ്സാണ്. സ്റ്റേറ്റ് 4-ൽ നിന്നും സ്റ്റേറ്റ് 1-ലേക്ക് തുടങ്ങിയിടത്തേക്ക് തന്നെ എത്തുന്നതാണ്. അതാണ് നമ്മുടെ അഡിയബാറ്റിക് കംപ്രഷൻ. The cylinder is again placed on the insulating stand. The gas is further compressed slowly till it returns to the initial state P1, V1, T1. അതായത് P4, V4, T2 എന്ന അവസ്ഥയിൽ നിന്നും ഗ്യാസിനെ കംപ്രസ് ചെയ്ത് P1, V1, T1 എന്ന പഴയ അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുവരുന്ന പ്രോസസ്സാണ് അഡിയബാറ്റിക് കംപ്രഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, പ്രഷറും വോളിയമും ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇന്റേണൽ എനർജി മാത്രമാണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ ദ ഫോർത്ത് സ്റ്റേറ്റിൽ നിന്നും ഫസ്റ്റ് സ്റ്റേറ്റിലേക്കുള്ള വർക്ക് ഡൺ W41 ഈസ് ഗിവൺ ബൈ μr ഇൻറ്റു T1 minus T2 divided by gamma minus 1. ഇനി നമുക്ക് നെറ്റ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് പെർ സൈക്കിൾ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ? വർക്ക് ഡൺ ഏതെല്ലാമാണ്? W12, W23, W34, W41. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഏതെല്ലാമാണ്? W12 and W23. വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് ഏതെല്ലാമാണ്? W34 and W41. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് പോസിറ്റീവായിട്ടും വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് നെഗറ്റീവായിട്ടുമാണ് എടുക്കുന്നത്. അപ്പോ നെറ്റ് വർക്ക് ഡൺ അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ W ഈക്വൽ ടു W12 പ്ലസ് W23 മൈനസ് W34 മൈനസ് W41. ആരോ മാർക്ക് നോക്കുമ്പോൾ ഈ കാര്യം മനസ്സിലാവും. W12 ആൻഡ് W23 പോസിറ്റീവ് ഡിറക്ഷനിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് W34ന്റെയും W41ന്റെയും ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത്. അവ രണ്ടും നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെയും നാലാമത്തെയും ടേംസ് ക്യാൻസൽ ആയി പോകും. പിന്നെ ഉള്ളത് W ഈക്വൽ ടു μr T1 ഇൻറ്റു log V2 ബൈ V1 മൈനസ് μr T2 log V3 ബൈ V4 എന്നായിരിക്കും. ഇക്വേഷൻ എ എന്നതിനെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് 4 പോയിന്റ്സ് മാർക്ക് ചെയ്യാനുണ്ട്. ഏതെല്ലാമാണ് 4 പോയിന്റ്സ് എന്നറിയോ? P1, V1, T1 എന്നുള്ള പോയിന്റിനെ ക്യാപിറ്റൽ എ എന്ന് മാർക്ക് ചെയ്യുക. അതായത് എ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് P1, V1, T1. ബിയുടെ കോർഡിനേറ്റ്സ് P2, V2, T1. മൂന്നാമത്തത് സിയുടെ കോർഡിനേറ്റ്സ് P3, V3, T2. ഡിയുടെ കോർഡിനേറ്റ്സ് P4, V4, T2. ഓക്കെ, അപ്പൊ ഇവിടെ ഒരേ അഡിയബാറ്റിക്കിൽ കിടക്കുന്ന, അതായത് അഡിയബാറ്റിക് കംപ്രഷൻ നടക്കുമ്പോഴുള്ള 2 പോയിന്റ്സ് ആണ് ഇതെല്ലാം, എയും ഡിയും അല്ലെ. P1, V1, T1, P4, V4, T2. അതാണ് അഡിയബാറ്റിക് കംപ്രഷൻ നടക്കുന്നത്. ഓക്കെ, P4, V4, T2ൽ നിന്നും P1, V1, T1ലേക്കാണ് അഡിയബാറ്റിക് കംപ്രഷൻ നടക്കുന്നത്. അഡിയബാറ്റിക് കംപ്രഷന് ടെമ്പറേച്ചറിന്റെയും വോളിയത്തിന്റെയും ടേംസിലുള്ള ഇക്വേഷൻ അറിയണം. നമുക്ക് പ്രഷറിന്റെയും വോളിയത്തിന്റെയും ടേംസിലുള്ള അഡിയബാറ്റിക് റിലേഷൻ അറിയാം. PV റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ്. അത് തന്നെ PV ഈക്വൽ ടു RT, 1 മോൾ ഓഫ് അൻ ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ടെമ്പറേച്ചറിലും വോളിയത്തിലും വേണമെങ്കിൽ എഴുതാൻ പറ്റും അല്ലെ, അല്ലെങ്കിൽ പ്രഷറിലും ടെമ്പറേച്ചറിലും എഴുതാൻ പറ്റും. നമുക്കിപ്പോ ഇവിടെ വേണ്ടത് ടെമ്പറേച്ചറിലും വോളിയത്തിലുമുള്ള അഡിയബാറ്റിക് റിലേഷൻ ആണ്. അഡിയബാറ്റിക് റിലേഷൻ ഫോർ ടെമ്പറേച്ചർ ആൻഡ് വോളിയം ഈസ് T ഇൻറ്റു V റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നാണ്. ടെമ്പറേച്ചർ ഇൻറ്റു വോളിയം റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഇക്വേഷൻ ആണ് എ എന്ന പോയിന്റിനും ഡി എന്ന പോയിന്റിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോ സിൻസ് the points A and D lie on the same adiabatic compression, we have T1 V1 raised to gamma minus 1. V1-നാണ് ഗാമ മൈനസ് 1 പവർ ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. അതുപോലെ
T2 V4 raised to gamma minus 1. V4ന്റെ പവർ ആയിട്ടാണ് ഗാമ മൈനസ് 1 കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇക്വേഷൻ കിട്ടുന്നത് T2 by T1 ഈക്വൽ ടു V1 by V4 പവർ ആയിട്ട് വേണം ഗാമ മൈനസ് 1 കൊടുക്കാൻ. ഓക്കെ, ഇൻറ്റു എന്നല്ല, V1 by V4 റേസ് ടു ഗാമ മൈനസ് 1. V1 by V4 പവർ ആയിട്ട് ഗാമ മൈനസ് 1 കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ ബി ആൻഡ് സി പോയിന്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെയാണ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുന്നത്. അഡിയബാറ്റിക് എക്സ്പാൻഷൻ എവിടെ നിന്ന് എങ്ങോട്ടാ? P2 V2 T1ൽ നിന്നും P3 V3 T2യിലേക്കാണ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുന്നത്. ആ അഡിയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുന്ന ഭാഗത്ത് നമ്മൾ ടെമ്പറേച്ചറിലും വോളിയത്തിലുള്ള ഇക്വേഷൻ കൊടുക്കുമ്പോൾ എന്തായിരിക്കും വരുന്നത്? T1 V2 raised to gamma minus 1 equal to T2 V3 raised to gamma minus 1. നോട്ട്സ് എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് വേണം നോട്ട്സ് എഴുതാൻ. ഇത് അങ്ങനെ തന്നെ പകർത്തി വെക്കരുത്, പലപ്പോഴും മിസ്റ്റേക്സ് വരുന്നുണ്ട്. ഇത് പറയുന്നത് കേട്ട് ശ്രദ്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുള്ളവര് എഴുതിയാൽ മതി. അല്ലാത്തവർക്ക് ഈ പ്രോസസ്സസ് എഴുതി ഇക്വേഷൻ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടുന്നതായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുള്ളവര് കാര്യം ഒന്ന് ശ്രദ്ധിച്ച് എഴുതിയാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോ ബി ആൻഡ് സിയിലെ അഡിയബാറ്റിക് എക്സ്പാൻഷന്റെ ഇക്വേഷൻ ആണ് എഴുതാനുള്ളത്. T1 into V2 raised to gamma minus 1 equal to T2 into V3 raised to gamma minus 1. അത് T2 by T1 എഴുതുമ്പോ എന്താ കിട്ടുക? T2 by T1 equal to V2 by V3 the whole raised to gamma minus 1 എന്ന് കിട്ടുന്നതായിരിക്കും. ഇക്വേഷൻ ബി ആൻഡ് ഇക്വേഷൻ സി നോക്കുക. LHS രണ്ടിന്റെ സെയിം ആണ്, അതുകൊണ്ട് RHS ഇക്വേറ്റ് ചെയ്യാം. V1 by V4 the whole raised to gamma minus 1 equal to V2 by V3 the whole raised to gamma minus 1 എന്ന് കിട്ടും. ഓക്കെ, അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്തായിരിക്കും? V2 by V1 equal to V3 by V4 എന്നായിരിക്കും. ഓക്കെ, ഇനി ഇക്വേഷൻ എയിലേക്ക് വരാം. ഇക്വേഷൻ എ എന്നാൽ വർക്ക് ഡണിനുള്ള എക്സ്പ്രഷൻ ആണ്. That is mu r T1 log V2 by V1 minus mu r T2 log V3 by V4. Okay, V3 by V4 എന്ന് പറയുന്നത് V2 by V1 തന്നെ ആകുമ്പോൾ എക്സ്പ്രഷൻ എന്താകും? mu r T1 log V2 by V1 minus mu r T2 log V2 by V1 എന്നായിരിക്കും. ഫസ്റ്റ് ടേം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ആണ്. സെക്കൻഡ് ടേം എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, സോ ഇക്വേഷൻ എ എന്ന് പറയുന്നത് Q1 മൈനസ് Q2 ആണ്. Q1 ഈസ് mu r T1 log V2 by V1. Q2 ഈസ് mu r T2 log V2 by V1. എന്തുകൊണ്ടാണ് V3 by V4 എന്ന് പറഞ്ഞാൽ V2 by V1 തന്നെ ആയതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. എഫിഷ്യൻസിയുടെ എക്സ്പ്രഷൻ ഈറ്റ ഈക്വൽ ടു W ഡിവൈഡഡ് ബൈ Q1 എന്നാണ്. എങ്ങനെയാണ് W ഡിവൈഡഡ് ബൈ Q1 എന്ന് പറയുക? എഫിഷ്യൻസി, ഒരു എഞ്ചിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിൽ എത്രത്തോളം വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഈറ്റ ഈക്വൽ ടു ഹീറ്റ് കൺവേർട്ടഡ് ഇൻ ടു വർക്ക് ഡിവൈഡഡ് ബൈ ഹീറ്റ് അബ്സോർബ് ഫ്രം ദി സോഴ്സ്. Q1 ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തു, Q2നെ വർക്കായി കൺവേർട്ട് ചെയ്തു. സോ ദ നെറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് കൺവേർട്ടഡ് ഇൻ ടു വർക്ക് ഈസ് Q1 മൈനസ് Q2. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിന്റെ എക്സ്പ്രഷൻ. 1 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ ഹീറ്റ് കൺവേർട്ടഡ് ഇൻ ടു വർക്ക് എത്രയായിരിക്കും? RT1 log V2 by V1 മൈനസ് RT2 log V2 by V1 ആയിരിക്കും. ഇത് ഏതാണ്? ഇക്വേഷൻ എ ആണ്. ഇക്വേഷൻ എ 1 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസിന് എഴുതുന്നതാണ് ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. ഡിനോമിനേറ്ററിലുള്ളത് ഏതാ? Q1. Q1 ഈസ് RT1 log V2 by V1 for 1 mole of an ideal gas. Okay, ഇതില് R into log V2 by V1
ക്യാൻസലായി പോകും, എല്ലാ ടേംസിലും ഉണ്ട്. അത് ക്യാൻസൽ ആവുമ്പോൾ പിന്നെ എഫിഷ്യൻസി കിട്ടുക T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T1 എന്നായിരിക്കും, അല്ലെങ്കിൽ 1 മൈനസ് T2 ബൈ T1 എന്നായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? The efficiency of a Carnot engine depends upon the temperatures of the source and the sink, but it does not depend on the nature of the working substance. ആകെ എക്സ്പ്രഷനിൽ T1 T2 മാത്രമേ ഉള്ളൂ. T1 മൈനസ് T2 ഡിവൈഡ് ബൈ T1, അല്ലെങ്കിൽ 1 മൈനസ് T2 ബൈ T1 മാത്രമേ ഉള്ളൂ. സോഴ്സിന്റെയും സിങ്കിന്റെയും ടെമ്പറേച്ചർ മാത്രമേ വരുന്നുള്ളൂ. വർക്കിംഗ് സബ്സ്റ്റൻസ് ഏതാണെന്നുള്ളതൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട്സ് എഞ്ചിൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി നേച്ചർ ഓഫ് ദി വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന്. ഓക്കെ, ഇനി കാർനോട്ട്സ് എഞ്ചിൻ ഒരു ഐഡിയൽ എഞ്ചിനാന്ന് നമ്മൾ പറഞ്ഞു. കാർനോട്ട് എഞ്ചിനെ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ എ കാർനോട്ട് എഞ്ചിൻ ബി റിയലൈസ്ഡ് ഇൻ പ്രാക്ടീസ്? എന്താണ് കാർനോട്ട്സ് എഞ്ചിന്റെ നോൺ പ്രാക്ടിക്കബിലിറ്റി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് കാർനോട്ട് എഞ്ചിനെ റിയലൈസ് ചെയ്യാൻ പറ്റാത്തത്? കാർനോട്ട് എഞ്ചിൻ ഒരു ഐഡിയൽ എഞ്ചിനാണ്. ഇറ്റ് കനോട്ട് ബി റിയലൈസ്ഡ് ഇൻ പ്രാക്ടീസ്. പല കാരണങ്ങളുണ്ട് അതിന്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിയലൈസ് ദ സോഴ്സ് ആൻഡ് സിങ്ക് ഓഫ് ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി. ഇവയ്ക്ക് തെർമൽ കപ്പാസിറ്റി ഇൻഫിനിറ്റ് ആയിരിക്കണം. അത് റിയൽ കേസിൽ പ്രാക്ടീസ് ചെയ്യുക ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ റീസൺ, ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഷുഡ് ബി ആൻ ഐഡിയൽ ഗ്യാസ്, ബട്ട് നോ റിയൽ ഗ്യാസ് ഫുൾഫിൽസ് ദി ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. ഓക്കെ, നമ്മള് PV ഈക്വൽ ടു RT എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ ഇക്വേഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്തത്. ഒരു റിയൽ ഗ്യാസും ഈ PV ഈക്വൽ ടു RT എന്നുള്ള ഐഡിയൽ ഗ്യാസിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? കാർനോട്ട്സ് എഞ്ചിനെ പ്രാക്ടിക്കലായിട്ട് റിയലൈസ് ചെയ്യുക അസാധ്യമാണ്. ഓക്കെ, മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ആയിരിക്കണം. പക്ഷെ ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ഒരു ഐഡിയൽ കേസാണ്. റിയൽ ആയിട്ട് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയില്ല. ഇനിയൊരു റീസൺ പറയുന്നത് റിവേഴ്സിബിലിറ്റി കണ്ടീഷൻ. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആണെന്ന്. റിവേഴ്സിബിൾ അല്ലെ, തുടങ്ങിയെടുത്ത് തന്നെയാണ് ഈ കർവ് വന്ന് നിൽക്കുന്നത്. പട്ടം പോലുള്ള കർവ് തുടങ്ങിയെടുത്ത് തന്നെയാണ് വന്നിരുന്നത്. അതൊരു ക്ലോസ്ഡ് കർവാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ റിവേഴ്സിബിൾ സൈക്കിളാണ്. റിവേഴ്സിബിൾ സൈക്കിൾ ഒരിക്കലും പ്രാക്ടീസ് ചെയ്യുക എളുപ്പമുള്ള കാര്യമല്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അറ്റൈൻ ദ കണ്ടീഷൻസ് ഓഫ് റിവേഴ്സിബിലിറ്റി because the processes of expansion and compression have to be carried out very slowly. അപ്പം വളരെ സ്ലോ ആയിട്ട് എക്സ്പാൻഷനും കംപ്രഷനും ഒക്കെ ക്യാരി ഔട്ട് ചെയ്ത് റിവേഴ്സിബിലിറ്റി അറ്റൈൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 2 എക്സ്പാൻഷൻസും ഉണ്ട്, 2 കംപ്രഷൻസും ഉണ്ട്. P1 V1 T1ൽ നിന്നും P2 V2 T3യിലേക്ക് ഐസോതെർമൽ എക്സ്പാൻഷൻ ഉണ്ട്. പിന്നെ കംപ്രഷന് എവിടുന്ന P3 V3 T2ൽ നിന്നും P4 V4 T2യിലേക്ക് ഐസോതെർമൽ കംപ്രഷൻ ഉണ്ട്. എക്സ്പാൻഷൻസ് ഏതൊക്കെയാ? അഡിയബാറ്റിക് എക്സ്പാൻഷൻ P2 V2 T1ൽ നിന്നും P3 V3 T2യിലേക്കാണ്. അതുപോലെ അഡിയബാറ്റിക് കംപ്രഷൻ വരുന്നത് P4 V4 T2ൽ നിന്നും P1 V1 T1ലേക്കാണ്. അപ്പോൾ P4ൽ നിന്നും V4ൽ നിന്നും T2ൽ നിന്നും തുടങ്ങിയ സ്റ്റേറ്റായ P1 V1 T1ലേക്ക് തന്നെ എത്തണം. ഈ എക്സ്പാൻഷനും കംപ്രഷനും ഒക്കെ ഐഡിയൽ കേസിൽ വളരെ സ്ലോ ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കാർനോട്ട്സ് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു റിയൽ എഞ്ചിൻ അല്ല, ഇതൊരു ഐഡിയൽ കേസ് മാത്രമാണ്. ഓക്കെ, ഇത് തന്നെയാണ് ഇതിന്റെ നോൺ പ്രാക്ടിക്കബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കാർനോട്ട്സ് എഞ്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അന്നേരം പറയാം. താങ്ക് യു.